ഹായ്, 2024 JEE മെയിനിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം നമ്മൾ ഗംഭീരമായിട്ട് എഴുതി. അപ്പോൾ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IITകളിൽ നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് സീറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാവരും JEE അഡ്വാൻസ്ഡിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ പ്രധാനമായും 3 ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒന്ന്, ആർക്കൊക്കെയാണ് JEE അഡ്വാൻസ് എഴുതാൻ പറ്റുക? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എത്ര തവണ ജീവിതത്തിൽ നമുക്ക് JEE അഡ്വാൻസ് എഴുതാം? മൂന്നാമത്തെ കാര്യം, ഏജ് ക്രൈറ്റീരിയ ഉണ്ടോ JEE അഡ്വാൻസിൽ? ഈ 3 ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. JEE മെയിൻ എഴുതിയതിൽ ഏകദേശം 2,50,000 ആളുകൾക്കാണ് JEE അഡ്വാൻസ് എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, JEE മെയിനിലെ ഏകദേശം ഒരു 90%, 90% മുകളിൽ സ്കോർ ചെയ്ത ആളുകൾക്കായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ JEE അഡ്വാൻസിന് ക്വാളിഫൈ ചെയ്തിരുന്നത്. പക്ഷേ ഈ വർഷം അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഈ വർഷം എന്തായാലും അത് 90%-ന് മുകളിലായിരിക്കും. ഒരു 91 അല്ലെങ്കിൽ 92% JEE മെയിന് സ്കോർ ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈ വർഷം 2024 JEE അഡ്വാൻസ് എഴുതാൻ സാധിക്കുള്ളൂ. ഇപ്പോഴത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. JEE മെയിനിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാം കൂടി കഴിഞ്ഞിട്ട് അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോഴും 90%-ന് മുകളിലായിരിക്കും എന്ന് തന്നെയാണ് ആ ഒരു ക്വാളിഫയിങ് സ്കോർ എന്ന് പറയുന്നത്. 91 or 92% ആയിരിക്കും. എന്താണ് ഈ ഒരു ചേഞ്ചിന് കാരണം? എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ പേഴ്സൻറ്റേജ് ഇപ്രാവശ്യം കൂടുതൽ വരാനുള്ള കാരണം എന്തായിരിക്കും? പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് JEE മെയിൻ എഴുതുന്ന കുട്ടികളുടെ എണ്ണത്തിലുണ്ടായ കാര്യമായ വർധനമാണ്. 2023 ഏകദേശം 8 ലക്ഷത്തോളം കുട്ടികളാണ് JEE മെയിൻ ഫേസ് 1 എക്സാം എഴുതിയെങ്കിൽ ഈ വർഷം അത് 12 ലക്ഷത്തോളം കുട്ടികളാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കുക. അതുകൊണ്ട് തന്നെ കാര്യമായി JEE മെയിനിൻ്റെ പേഴ്സൻറ്റൈലിൽ നല്ല വർധനവുണ്ടാകും JEE അഡ്വാൻസ് എഴുതണം എന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ എത്ര തവണ JEE അഡ്വാൻസ് എഴുതാം? 2 തവണയാണ് ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ JEE അഡ്വാൻസ് എഴുതാനായിട്ട് സാധിക്കുക. ഒന്ന്, അയാൾ ബോർഡ് എക്സാം എഴുതുന്ന അതേ വർഷം. 2, അതിന് തൊട്ടടുത്ത വർഷം. അതായത് 2 കോൺസിക്യൂട്ടീവ് ഇയറുകളിൽ മാത്രമേ JEE അഡ്വാൻസ് എഴുതാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2024 JEE അഡ്വാൻസ് എക്സാം എഴുതുന്ന ഒരു കുട്ടി ഒന്നുകിൽ 2023 ബോർഡ് എക്സാം എഴുതിയ കുട്ടിയായിരിക്കണം, അല്ലെങ്കിൽ 2024 ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടിയായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഏജ് ക്രൈറ്റീരിയ ഉണ്ടോ? ഉണ്ട്. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു കുട്ടിക്ക് 1999 ഒക്ടോബർ 1 അതിന് ശേഷമോ ജനിച്ചയാളായിരിക്കണം. SC ST PW കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സാക്ഷൻ ഉണ്ട്. അതായത് 1994 ഒക്ടോബർ 1 അതിന് ശേഷമോ ജനിച്ച SC ST അല്ലെങ്കിൽ PWD കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്കും JEE അഡ്വാൻസ് എഴുതാം. സോ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.